ട്രാക്കിലൂടെ നടക്കാൻ കേട്ടോ. You pull me right back when I'm falling off the boxed in when I'm smoking on it. Less stress when you bless me with the shit gets dark when you wanna come up. Where did you go? You come and you leave. You never see me beat it when I need you the most. Getting lost in my own flow, sick thoughts beating in my mind. And when I get deep, somehow you come out of the sky. ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ചെന്നൈ. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ള ചെന്നൈയിൽ നമ്മുടെ റൂമിലാണ്. അപ്പോൾ നമ്മളിന്നൊരു പുതിയ സ്കൂളിൽ പോകാം കേട്ടോ. അതായത് നമ്മൾ പഠിക്കുന്ന സ്കൂളിലാട്ടോ. ഇത് നമ്മൾ അല്ലെങ്കിൽ കിട്ടുന്ന ഒരു സ്കൂളാണ്. അപ്പോൾ നമ്മളിന്ന് പോകുമ്പോൾ TVS അക്കാഡമിയുടെ റേസിംഗ് സ്കൂളിലോട്ടാണ് പോകാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആൾറെഡി വേണ്ട നമ്മുടെ ഹെൽമെറ്റും നമ്മുടെ ഇന്നേഴ്സ് മാത്രം. നമ്മൾ ഇന്നേഴ്സ് എന്ന് വെച്ചാൽ നമ്മുടെ ഈ സ്കിൻ ഫിറ്റ് പോലത്തെ നമ്മുടെ തെർമാൻ പോലത്തെ ഒരു ഡ്രസ്സ് മാത്രം വേണം നമ്മൾ കൊണ്ടുവന്നാൽ. ബാക്കി സൂട്ടും കാര്യങ്ങളും അവർ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ നമ്മുടെ ഹെൽമെറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ഇതാണ്ട് ഈ ഇഗ്നൈറ്റിൻ്റെ ഹെൽമെറ്റ് തന്നെയാണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ സൊമാറ്റോ ഡെലിവറിക്ക് യൂസ് ചെയ്യുന്ന ഹെൽമെറ്റ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. കാരണം ഇത് DD പിന്നെ എന്താണ് ഈ സർട്ടിഫിക്കേഷനെല്ലാം ഉള്ള ഹെൽമെറ്റാണ് കേട്ടോ, .4. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ഹെൽമെറ്റ് നോക്കിയാണ് വാങ്ങിച്ചത്. നമ്മുടെ ഒരു AGയുടെ ഹെൽമെറ്റ് ഇപ്പോൾ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് 2022 ശേഷം മാനുഫാക്ചർ ചെയ്ത ഹെൽമെറ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഇത് 2023 മോഡലാണ്. ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ സൈഡിൽ. അപ്പോൾ ഇത് നമ്മുടെ പുതിയ ഹെൽമെറ്റാണ്. പിന്നെ നമ്മുടെ റൂമിൻ്റെ ഇവിടുന്ന് ബാൽക്കണിയുള്ള കാഴ്ചകൾ നമ്മൾ എന്തായാലും കാണിച്ചു തരാം. അപ്പോൾ ഇതായിട്ട് നമ്മുടെ റൂം ഇപ്പോൾ ആൾറെഡി ഇറങ്ങാനുള്ള തിരക്കിൽ നമ്മൾ ഫുൾ അഴുക്കായി കിടക്കുകയാണ്. അപ്പോൾ എന്താണ് ഇതാണ് കേട്ടോ നമ്മുടെ റൂമിൻ്റെ പുറത്തെ കാഴ്ചകൾ. അപ്പോൾ നമ്മൾ ഇന്ന് എന്തായാലും ചെന്നൈ കുറച്ച് എക്സ്പ്ലോർ ചെയ്യാൻ പോകും. ഇന്നലെ രാത്രി നമ്മൾ വന്ന് ഫുഡെല്ലാം കഴിച്ച് അപ്പം തന്നെ കിടന്നുറങ്ങി. നല്ല അത്യാവശ്യം ക്ഷീണമുണ്ട്. പക്ഷെ അമ്മ ഉദ്ദേശിച്ച് നമ്മൾ രാവിലെ എണീക്കാൻ പാടായിരിക്കും കേട്ടോ. എവിടുന്ന് നമ്മളിപ്പോൾ ആ സ്കൂളിൽ പോകുന്നതിനൊക്കെ 10 മിനിറ്റ് മുന്നേ ഇവിടെ തരും കേട്ടോ. അപ്പോൾ നമുക്ക് അത്ര ക്ഷീണം ഇത്രയും ദൂരം ഈ R15 ഓടിച്ചതിൻ്റെ നടുവേനും ബാക്ക് പെയിൻ ഒന്നും ബോഡി പെയിൻ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് താണ്ടെ ഇതാണ് നമ്മുടെ റൂമിൽ നിന്ന് പുറത്തോട്ടുള്ള കാഴ്ചകൾ. ഇവിടെയൊക്കെ വലിയ ഭംഗിയുള്ള കാഴ്ചകളൊന്നുമല്ല കേട്ടോ. ഇവിടെ എന്തൊക്കെയോ കുറച്ച് ഓപ്പൺ പ്ലേസ് ആണ്, കുറച്ച് അഴുക്കും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും സമയങ്ങളെ വേഗം നമ്മുടെ റേസിംഗ് സ്കൂളിലോട്ട് പോകാം. അപ്പോൾ അവിടെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുമല്ലോ എന്ന് അറിയത്തില്ല. എന്തായാലും അതിൻ്റെ ഫുൾ വിശേഷങ്ങൾ നിങ്ങൾ എത്തിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഇറങ്ങാം. അപ്പം ഞങ്ങളുടെ ചെറുക്കാർ വെളിയിൽ തന്നെ ഇരിക്കാൻ കേട്ടോ. ഇവിടെ പാർക്കിംഗ് ഉള്ള ഹോട്ടലിലേക്കാണ് അടുത്ത്. അപ്പോൾ ഇതാണ് ശ്രീ വിഷ്ണു മഹാൽ റെസിഡൻസി കേട്ടോ ഹോട്ടലിൻ്റെ പേര്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോട്ടലും കാര്യങ്ങളെല്ലാം. നമുക്ക് വേഗം പോകാം. എന്തായാലും വണ്ടി അനങ്ങിയിട്ടില്ല. കൈസപ്പം എന്താ നമ്മളിപ്പോൾ ഉള്ളത് ശ്രീ പെരുമ്പത്തൂർ എന്നാട്ടെ ഈ സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ ഇവിടുന്ന് ഇരിങ്ങോട്ടൈ എന്ന് പറയുന്ന സ്ഥലത്തോട്ടാണ് നമുക്ക് പോകാനുള്ളത്. ഇരിങ്ങോട്ടൈ എന്നാണ് തോന്നുന്നു പറയുന്നത്. എന്തായാലും അവിടെയാണ് കേട്ടോ നമ്മുടെ ട്രാക്ക് ഉള്ളത്, മദ്രാസ് ഇൻ്റർനാഷണൽ റേസിംഗ് സർക്യൂട്ട് ഉള്ളത്. അപ്പോൾ എല്ലാം എടുത്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്ന ബാഗിൽ. ബാക്കി ഡോക്യുമെൻറ്റ്സ് എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ സ്യൂട്ടും കാര്യങ്ങളെല്ലാം അവർ പ്രൊവൈഡ് ചെയ്യും. അടിപൊളി വണ്ടി അവർ പ്രൊവൈഡ് ചെയ്യും കേട്ടോ. അപ്പോൾ ഏത് ബൈക്കാണെന്നുള്ളതൊക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. പിന്നെ ഇവിടുന്ന് ലെഫ്റ്റാണ് കാണിക്കുന്നത്, ഹൈവേ കാണിക്കുന്നത്. അപ്പോൾ അതാ നമുക്ക് ഇവിടുന്ന് ഹൈവേ കാരണം ഈ ലെഫ്റ്റ് ഇത് സർവീസ് റോഡാണ് കേട്ടോ, അതീ കയറിൽ. അതുകൊണ്ട് ഇതാണ് ഹൈവേ, എല്ലാവർക്കും അറിയാം. എന്നാലും പറഞ്ഞേ ഇന്നലെ രാത്രി ഇവിടെ അത്യാവശ്യം നല്ല തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ 6 മണിയായിട്ടേ ഉള്ളൂ തിരക്ക് തുടങ്ങി, 6:12 ഉള്ളൂ കേട്ടോ ഇപ്പോൾ സമയം. പക്ഷെ ഇവിടെ നേരത്തെ നേരം വിളിക്കുകയും അതേപോലെ വേഗം തന്നെ നേരെ ഇരുട്ടുകയും ചെയ്യും കേട്ടോ ചെന്നൈയിൽ. ഇന്നലെ ഞാൻ വന്നപ്പോൾ ഫസ്റ്റ് നോട്ടീസ് ചെയ്തൊരു കാര്യം അത്. എൻ്റെ മോനെ അതാ നമ്മുടെ എക്സൈറ്റ്മെൻറ്റ് കൂടുക കേട്ടോ. നമ്മൾ ഇപ്പോൾ ട്രാക്കിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. വെൽക്കം ടു മദ്രാസ് മോട്ടോർ റേസ് ക്ലബ്. ഇവിടെ അല്ലേ, ഇവിടെ പൂട്ടിയിട്ടേക്കാണല്ലോ. അണ്ണാ എൻട്രൻസ് എന്താ ഇവിടെ തന്നെ കഴിച്ചോ. അങ്ങനെ നമ്മൾ എൻ്റർ ചെയ്യാണ് കേട്ടോ. ആ കഴിച്ച അടിപൊളിയായിട്ട്. ഇതാ ഇവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട് കേട്ടോ. ഗണപതിയുടെ അമ്പലം തോന്നുന്നു. പ്രാർത്ഥിച്ചുകൊണ്ടങ്ങ് ഇറങ്ങാം എന്തായാലും.
few moments later. അപ്പോൾ ഇതാ അത്യാവശ്യം ഞങ്ങൾ കുറച്ച് പേരൊക്കെ വന്നു. ഇപ്പം 5-6 പേര് വന്നിട്ട് സമയം 7 മണിയാവുന്നുള്ളൂ. ഇതാ നമ്മൾ ഫസ്റ്റ് ടൈം നമ്മൾ ട്രാക്കിനകത്തോട്ട് എൻ്റർ ചെയ്യാൻ പോവാണ്. അപ്പോൾ എന്താ നമ്മൾ അവിടെ നമ്മുടെ ബാഗും കാര്യങ്ങളൊക്കെ എനിക്ക് നമ്മുടെ കഫ്തേരിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇരുന്ന് കഴിക്കുന്ന ഏറിയൊക്കെ. അപ്പോൾ എന്താ നമ്മൾ ഹെൽമെറ്റ്, ഗ്ലൗസ്, ഇതൊന്നും നമുക്ക് ആവശ്യമില്ല, ഹെൽമെറ്റ് മാത്രമേ ആവശ്യമുള്ളൂ. എൻ്റെ മോനിതാ ഫസ്റ്റ് ടൈം നമ്മൾ ട്രാക്കിൽ എൻ്റർ ചെയ്യാൻ പോകാം കേട്ടോ. പൊളി ഗൈസ്. കിടിലൻ വൈബാണ് കേട്ടോ. കിടിലൻ വൈബ് എന്ന് വെച്ചാൽ കിടിലൻ വൈബാണ്. നമുക്ക് കേരളത്തിൽ ഇതുപോലത്തെ ട്രാക്ക് വേണം കേട്ടോ. ഇവിടെ അങ്ങനെ ഒരു വീടും ഉണ്ടെങ്കിൽ പൊളിയായിരിക്കും. എൻ്റെ സൈഡിൽ തന്നെ കിട്ടില്ലായിരിക്കും കേട്ടോ. കാരണം ഇവിടെ ഒരു അമ്പലമുണ്ട്, കയറി വരുമ്പോൾ എല്ലാ സെറ്റപ്പും ഉണ്ട്, ഇഷ്ടം പോലെ കയറിയുണ്ട് കേട്ടോ. ഈ ഇതൊക്കെ നമ്മളിതാ വീഡിയോയിലേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഇതാ നമ്മൾ നേരിട്ട് ഇവിടെ നടക്കുവാണ് കേട്ടോ. നമ്മൾ ട്രാക്കിൽ ഇറങ്ങി നമ്മളിതാ ട്രാക്കിലൂടെ നടക്കുവാണ് കേട്ടോ. ട്രാക്കല്ല, ട്രാക്ക് അപ്പുറത്താണ്, എന്നാലും നമ്മൾ വീഡിയോയിലൊക്കെ കാണുന്നതാണ്ട് ഈ പാഡൊക്കെ കയറിയെന്ന് തോന്നുന്നു. എന്തായാലും പൊളി കേട്ടോ. കിട്ടില്ല എക്സ്പീരിയൻസ് ആണ്, വേറെ വൈബാണ് കേട്ടോ റൈഡിങ്. കുറേ റൈഡേഴ്സും കാര്യങ്ങളൊക്കെ ഡൽഹിയിൽ നിന്നൊക്കെ കുറേ പേരൊക്കെ വന്നിട്ടുണ്ട്. ഒരുപാട് സ്ഥലത്ത് നിന്ന് കുറേ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ വീഡിയോ എടുക്കാൻ പറ്റില്ലെന്ന് അറിയത്തില്ല, പക്ഷേ കിഡിലെ ഒരു റൈഡിങ് കൾച്ചറും കിഡിലെ ഒരു വൈബുമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് തൽക്കാലം നമ്മുടെ ഇൻട്രോ ജസ്റ്റ് കുറച്ച് വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് വന്നിട്ട് കിഡിലാണ് കേട്ടോ. ഇവിടെ ഓരോ ബേ ആട്ടോ, 8, 9, 10. അപ്പോൾ റേസിംഗ് നടക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെയൊക്കെ ആയിരിക്കും ബൈക്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നതല്ല. അപ്പം ഇതാണ്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ 14-ാം നമ്പർ ബേ ആണെന്ന് തോന്നുന്നു. TVSൻ്റെ ബൈക്കും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരിക്കും. ആരും കണ്ടില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ അക്കാഡമിയിൽ നിന്ന് അപ്പോൾ എന്നാലും അവരുടെ അടുത്ത് നമുക്ക് പെർമിഷൻ കാര്യങ്ങളൊക്കെ ചോദിക്കാൻ പറ്റും, വീഡിയോ എടുക്കാൻ പറ്റില്ല എന്നുള്ള. അപ്പോൾ എന്തായാലും നമുക്കത് ചോദിച്ച് ഞാൻ ഇവിടുത്തെ കാഴ്ചകളെല്ലാം കാണിച്ചുതരാം. കിഡിൽ എക്സൈറ്റ്മെൻറ്റ് വെച്ചാൽ കിഡിലൊരു കൾച്ചറാണ് റൈഡിങ് കൾച്ചർ. എനിക്ക് പറയാനറിയും, പക്ഷെ അതല്ല ട്രാക്കിൽ വരുമ്പോൾ ഇത് എൻ്റെ ഇടയ്ക്കിടയ്ക്ക് ട്രാക്കിൽ വരാൻ നമ്മൾ തോന്നിപ്പിക്കുന്ന ഒരു ഫീലാണ് കേട്ടോ. ഫുൾ മൊത്തത്തിലുള്ള സെറ്റപ്പ് ഇവിടെ കഫ്തേരി ആയാലും എല്ലാം ആയാലും ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയറും കൾച്ചറും അല്ല. അപ്പോൾ എന്താ നമുക്ക് രജിസ്റ്റർ ചെയ്യാം കേട്ടോ. രണ്ട് ഡോക്യുമെൻറ്റ്സ് ആണ്. ഒന്ന് മദ്രാസ് മോട്ടോർ സ്പോർട്സ് ക്ലബിൻ്റെയും രണ്ടാമത്തെ ഈ സ്കൂളിൻ്റെ TVS മോട്ടോർ കമ്പനിയാണ്. അപ്പോൾ 2 ഡോക്യുമെൻറ്റ്സ് നമ്മൾ സൈൻ ചെയ്യണം. അതായത് അവർക്ക് നമ്മൾ ഈ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിലൊന്നും ഉത്തരവാദിത്തമില്ല. നമുക്ക് എന്തെങ്കിലും അപകടം പറ്റിയാലോ എല്ലാം നമ്മുടെ സോൾ റെസ്പോൺസിബിലിറ്റി ആണെന്നുള്ളതാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഡോക്യുമെൻറ്റ്സും ഡീറ്റെയിൽസ് എല്ലാം എന്തായാലും വേഗം സൈൻ ചെയ്യാം. ഡോട്ട് 4 സർട്ടിഫിക്കേഷൻ കേട്ടോ. ഡോട്ടും ECA സർട്ടിഫിക്കേഷൻ മാത്രം മതി എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ അവരെന്തോ FMI അങ്ങനെ എന്തോ കാർബൺ ഫൈബർ അങ്ങനത്തെ ഒരു ഹെൽമെറ്റ് എന്തോ ഹോമോലോഗേറ്റഡ് ഹെൽമെറ്റ് വേണമെന്നാണ് പറയുന്നത്. എന്തായാലും നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അങ്ങനെ ഇത് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ റെൻറ്റിന് ഹെൽമെറ്റ് ഇട്ട് 2500 സംതിങ് നിങ്ങളുടെ പ്രൈസ്. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഇവിടെ വന്നിട്ട് കാണിക്കാൻ കേട്ടോ. ഒരു പിടുത്തമില്ല കേട്ടോ എത്ര രൂപ റെൻറ്റാനൊക്കെ. പക്ഷേ ബാക്കിയെല്ലാം നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. ഇതാ ഇവിടെ TVSൻ്റെ വേറെ പ്രോഡക്റ്റ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വാങ്ങിച്ചു കിട്ടും നമ്മുടെ ഗ്ലൗസും ജാക്കറ്റും പോലെ റോയൽ എൻഫീൽഡിൻ്റെയാണ്. പക്ഷേ TVSൻ്റെ പ്രോഡക്റ്റ് കിടില കേട്ടോ. അപ്പോൾ ഞാൻ TVSൻ്റെ നമുക്ക് ബൂട്ട്സൊക്കെ വാങ്ങുന്നത് TVSൻ്റെ ബൂട്ട്സ് കിടിലായിരിക്കും. അപ്പോൾ അടുത്തോട്ട് നമുക്ക് TVSൻ്റെ ഒരു പ്രോഡക്റ്റ് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഞാൻ അപ്പോൾ TVSൻ്റെ എന്തായാലും ഈ ഗ്ലൗസ് കിടില കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ചാൻസ് ആണെങ്കിൽ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട് ഈ ഗ്ലൗസ്. ഈ BMW കളറിലുള്ള എനിക്ക് താല്പര്യം ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ എന്താ എല്ലാവരും നമുക്ക് കുറച്ച് ക്ലാസ്സിങ് സെഷനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ക്ലാസ് റൂമിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി ഹെൽമെറ്റ് എടുത്തിട്ടുണ്ട്. എന്തായാലും അതാണ്ട് ഓഫീസിലായി ഇവിടെ തോന്നുന്നു നമ്മുടെ ക്ലാസ് റൂം. ഒളിഞ്ഞു നോക്കില്ല ക്ലാസ് റൂമിലോട്ട്. അത് കയറുന്ന തന്നെ ക്ലാസ് റൂമിൽ ഒളിഞ്ഞു. കുറേ ആൾക്കാരുണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും എവിടെയെങ്കിലും ഒരു സീറ്റ് പിടിക്കാം. എവിടെ ഇരിക്കണം? അവിടെ ഇരിക്കാൻ ഇതാണ് ഇവിടെ. അപ്പം എന്താ ബോർഡിൽ നമ്മുടെ ട്രാക്കിൻ്റെ ഫ്ലാഗിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇപ്പുറത്ത് നമ്മൾ ട്രാക്കിൻ്റെ ഒരു ഓവർലേ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം എന്തായാലും ഒരു ക്ലാസ്സിൽ പറഞ്ഞു തരും കേട്ടോ. നമുക്ക് വെയിറ്റ് ചെയ്യാം എന്തായാലും. നമ്മുടെ ക്ലാസ് റൂം സെഷൻ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം എന്തൊക്കെയാണ്. ഇപ്പം നമ്മൾ നേരെ നമ്മുടെ സ്യൂട്ട് ഇടാൻ പോകാം കേട്ടോ. ഇതാണ് നമ്മുടെ ബൈക്ക്. അതിവിടെ ഓൾറെഡി ഒരു ബൈക്ക് ഇരിപ്പുണ്ട്. രണ്ടാമത്തെ ബൈക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും വേഗം പോയി നമ്മുടെ സൂട്ടും കാര്യങ്ങളൊക്കെ തരാൻ പോവാണ്. അപ്പോൾ ഇതാ ഫസ്റ്റ് ടൈമായിട്ട് നമ്മുടെ റേസ് ഇടാൻ പോകട്ടെ. അവിടെ പിറ്റ് ലൈനൊക്കെ ഇവിടെയാണ്.
കുറച്ച് ക്ലാസ്സിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. നമുക്ക് ഇന്ന് 2 ഫ്ലാഗാണ്, യെല്ലോയും റെഡും ആണ്. വേറെയും കുറെ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതെല്ലാം നമുക്ക് വരുന്നത് കാണാം. നമുക്ക് വേറെ എന്തായാലും സ്യൂട്ട് ഇടാൻ കേട്ടോ. അപ്പം എന്താ നമ്മുടെ സ്യൂട്ടും കുറേ സാധനമുണ്ട് കേട്ടോ. പ്രൊട്ടക്ട്, ഷൂസ്, ജാക്കറ്റ്, കൊടുക്കത്തെ ഇറ്റാലിയോ ഷൂസ് എല്ലാം കിട്ടിയിട്ടുണ്ടല്ലോ. നമുക്ക് എന്തായാലും ഇതെല്ലാം ഇടാം. ഡ്രസ് പ്രൊട്ടക്ട് അത് ആദ്യം ഇട്ടിട്ട് അതിൻ്റെ മേളിൽ നമുക്ക് എന്തായാലും വേഗം ചേഞ്ച് ചെയ്യാം. ഗൈസ് അങ്ങനെ ഫസ്റ്റ് ടൈം നമ്മൾ കൈയൊന്നും വലിയുന്നില്ല കേട്ടോ, പൊങ്ങുന്നില്ല. നമ്മൾ ഫസ്റ്റ് ടൈം നമ്മൾ ഫുൾ റേസ് ഷൂട്ടിട്ടേ കാണും. TVS തന്നെ ഫുൾ ഷൂട്ടാണ്. അല്ല എല്ലാവരും ഇപ്പോൾ ഒരു ഷൂട്ടും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നോട് ഇൻസ്ട്രക്ടർ നമുക്ക് എന്തൊക്കെയാണ് പറഞ്ഞു തരുന്നത്. ഞങ്ങൾ രണ്ടുപേരും ജസ്റ്റ് ഇട്ടില്ലേ ഇത് വലിച്ചിടണം. അതിന് നമുക്കൊരു കാണാൻ പറ്റത്തില്ല. നിങ്ങൾ ഇട്ടപ്പോഴായിട്ടാ ഫുള്ളായത്. കളിച്ചാൽ പോകാൻ ഇപ്പൊ ഫുൾ ടൈറ്റായി. ഇവിടെ നമ്മൾ ഫുൾ ബൈക്കും സെറ്റായിരുന്നു കേട്ടോ. കിട്ടില്ല ബൈക്ക് ഒന്നും പറഞ്ഞിട്ടില്ല. നമുക്ക് ബൈക്ക് നമ്പറും കാര്യങ്ങളെല്ലാം തരും. പോളി വിട്ടായില്ല. എങ്ങനെയുണ്ട് നമ്മുടെ TVSന്റെ റേസിംഗ് സ്കൂൾ എക്സ്പീരിയൻസ്? കിട്ടില്ല. ഇത്രയും നാൾ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. കിട്ടിയില്ല ഒരു വൈബാട്ടോ. നമുക്ക് പറഞ്ഞാൽ വെച്ചാൽ നമ്മൾ റൈഡിങ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇത്ര നാൾ പോയിട്ട്, പക്ഷേ ട്രാക്ക് എക്സ്പീരിയൻസ് ആദ്യമായിട്ടാണ്. ബൈക്കും സുഖം കാണിച്ച് അവിടെ വേണ്ട 6 റിട്ടേണും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്. That's right, I'm on a mission, vision, tripping, shit, I glisten. It's getting brighter, can you see that too? I'm feeling right to it, gotta step to it, shake it like a dice, do it. Tell me what the time doing, been on a journey for something like a couple days, but it's only been hours, I guess a nigga been faded. Off to the spaces, new realm chasing, piece of paper pulling me to it to my amazement. Put it on the tongue and the sound took shape, half an hour in the system and I felt real great. Alright, ride through the night, way up high, to cathedrals in the sky. I ride through the night. ഇപ്പോഴത്തെ സമയം 10 മണിയാവുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിവിടെ ആൾറെഡി നല്ല ചൂടാട്ടോ. അപ്പം നമ്മളത്ര വിഷയമില്ല, നമ്മൾ കേരളത്തിൽ നിന്ന് വരുന്നുണ്ട്. പക്ഷേ ബാക്കിയുള്ളവർക്ക് നല്ലൊരു സെറ്റ് ആട്ടോ. അതാണ് നമ്മുടെ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞ് ഇപ്പോൾ ഞാൻ ഇന്നേഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മൾ ആൾറെഡി കമ്പൾസറി ആയിട്ട് കൊണ്ടുവരണം കേട്ടോ. അപ്പോൾ ഇവർ റൗണ്ട് ബാച്ച് 3 ആണ്. അപ്പോൾ നമ്മൾ എക്സ്പീരിയൻസ് ഒരു രക്ഷയില്ല. നമ്മൾ വണ്ടി ആ സൗണ്ട് ഉണ്ടല്ലോ, അത് നമ്മൾ ചെവിയിൽ ഇപ്പോഴും എത്തുകൊണ്ടിരിക്കട്ടോ. അവർ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ ഇത് ബാച്ച് 3 ആണ്. പറഞ്ഞ ഫയർ ആണ് കേട്ടോ. ലിറ്റ് സംഭവമാണ്. എല്ലാവരും മസ്റ്റായിട്ട് ഇതുകൊണ്ടാണ് ആശാമാർ വന്ന ട്രാക്കിൽ വരുന്നത് കേട്ടോ. കിട്ടില്ല എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഫസ്റ്റ് ഒരു ബേസിക് ഇത് കഴിഞ്ഞുള്ളൂ. നമുക്ക് ഇനി കുറേ റൗണ്ടുകൾ ഇഷ്ടംപോലെ ഓടിക്കാൻ തരും. ലാസ്റ്റിൽ ഒരു ഫ്രീ റൈഡ് തരും. അപ്പോൾ ട്രാക്ക് ഒരു രക്ഷയില്ല കേട്ടോ. നമുക്ക് ഫസ്റ്റായിട്ട് നമ്മൾ ബൈക്ക് നമുക്ക് ഇതായാലും ലൈസൻസ് എടുത്തതിന് ഉറപ്പായിട്ട് നമ്മൾ ബൈക്ക് വരാൻ പറ്റും. അപ്പോൾ നമ്മുടെ ബൈക്കാണ് കാണിച്ചില്ല. നമ്മുടെ ബൈക്ക് എന്തായാലും നമ്പർ 2 ആണ്. ഇവിടെ ഇല്ല കേട്ടോ. നമ്പർ 2 അതാണ് നമ്മുടെ ബൈക്ക്.
ബൈക്ക് അപ്പാർച്ചി RTR 200 ആണ്, 4V അതാണ് യൂസ് ചെയ്യുന്ന ബൈക്കിൽ മാത്രമല്ല ഫുൾ സ്ട്രിക്റ്റ് വെർഷൻ ഞാൻ ജസ്റ്റ് കാണിച്ചുതരാം. അപ്പോൾ ഈ ബൈക്കിൽ നിന്ന് ഫുൾ എക്സോസ്റ്റ് കാര്യങ്ങളെല്ലാം എടുത്ത് മാറ്റി ഫുൾ ഇതിൻ്റെ എല്ലാം ലൈറ്റ് വെയിറ്റ് ആക്കിയ ബൈക്കുകളാണ്. ടയറായാലും ഫുൾ റേസിംഗ് സ്പെക്ക് ചെയ്ത ബൈക്കുകളാണ്. ആ റൈഡ് ചെയ്യാനുള്ള എക്സ്പീരിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ. ഉറപ്പായിട്ട് നിങ്ങൾ മസ്റ്റായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. ഒരു വട്ടം ട്രാക്കിൽ റൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അപ്രോച്ച് മാർക്കിന് ഉറപ്പായിട്ട് നമ്മൾ റോഡ് ആ രീതിയിലായിരിക്കും കേട്ടോ. ആ ഒരു സ്റ്റാൻഡിലായിരിക്കും നമ്മൾ റൈഡ് ചെയ്യാൻ പോകുന്നത്. ഈ കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അവിടെ പോയി വെയിറ്റ് ചെയ്യാം. ഇതാണ് എൻ്റെ ബൈക്ക് കേട്ടോ ഗൈസ്. അപ്പോൾ ഇതാണ് എൻ്റെ ബൈക്ക് നമ്പർ 2 ആണ് കേട്ടോ. ഇതാണ് അപ്പോൾ എനിക്ക് അവർ തന്നിട്ടുള്ള ബൈക്ക്. ഇതാണ്ട് നമ്മുടെ RTR 200 ആണ്. പക്ഷേ നമ്മുടെ സ്റ്റോക്ക് ബൈക്ക് അല്ല കേട്ടോ, ഫുൾ റേസ് ബൈക്കായിട്ട് മോഡിഫൈ ചെയ്ത വണ്ടി ബൈക്കും കാര്യങ്ങളൊക്കെയാണ്. ഇത് തന്നെ കേട്ടോ എൻ്റെ കറക്റ്റ് ബൈക്ക്. You pull me right back when I'm falling off the boxed in when I'm smoking on it. Less stress when you bless me with you. Shit gets dark when you wanna come up. Where did you go? You come and you leave. You never seem to be there when I need you the most. Getting lost in my own flow, sick thoughts polluting my mind. And when I get deep, somehow you come out of the sky. Tell me what is the double two? Tell the homies about it, but there's never proof. Piece of paper on the tongue and the sound took shape. Half an hour in the system and I felt real great. Oh yeah. Right through the night, way up high, to cathedrals in the sky. I ride through the night, way up high, to cathedrals in the sky. I ride. A few minutes later. To cathedrals in the sky. I ride. Uplifting, heavy risen. That's right, I'm on a mission. Cathedrals in the sky. I ride through the night. Cathedrals in the sky. One eternity later. ഗൈസ് അപ്പോൾ സമയം 5 മണി 8 എക്സ്പീരിയൻസ് അതൊക്കെ നമുക്ക് ഷെയർ ചെയ്യാൻ എന്തായാലും. അപ്പോൾ ഇതാട്ടോ നമ്മുടെ ട്രാക്ക് ചെയ്ത് പിറ്റ് ലൈനിൽ നേരെ ട്രാക്കിലോട്ട് ഇറങ്ങുന്നതാണ്. അപ്പോൾ ഇതാ നമ്മുടെ സെഷനെല്ലാം കഴിഞ്ഞപ്പോൾ എല്ലാം ഫുൾ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്ന സെഷനൊക്കെ ആട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്നു. അത് കഴിഞ്ഞ് എല്ലാവരെയും ജസ്റ്റ് നമ്മൾ കണ്ടിട്ട് നമ്മൾ മിക്കവാറും തിരിച്ച് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ ബൈക്കിൽ തന്നെ ഒന്ന് പ്രാക്ടീസ് ചെയ്താലേ നമുക്ക് കൂടുതൽ കംഫർട്ടബിൾ ആകത്തുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാം.
അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ട്രാക്ക് ഡേ. അപ്പൊ ഇനിയിപ്പോ നമ്മളെല്ലാം ലെവൽ 1 സർട്ടിഫിക്കറ്റ് കളക്ട് ചെയ്യാൻ പോകണം. അപ്പൊ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഗ്രൂപ്പിലുള്ള. പരിചയപ്പെടുത്തി പേരെന്തായിരുന്നു? സഞ്ജയ് മലയാളി കേട്ടോ. ബ്രോ യുവർ നെയിം? ഷാൽസൺ. ആ ചേട്ടൻ തമിഴ്നാട്ടല്ലേ? യു ഫ്രം തമിഴ്നാട്? തമിഴ്നാട്. മലയാളം മനസ്സിലാവും. Oh, you are from Batch 1 Boys, like Manjumal Boys. Your name? Batch 1 Boys. ഗോകുൽ. ഓക്കെ. അപ്പൊ ഗൈസ്, അപ്പൊ നമ്മൾ ലാസ്റ്റിലായിട്ട് എല്ലാവരെയും പരിചയപ്പെടുന്നത്. കാരണം വെച്ചാൽ തുടക്കത്തിൽ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ലെന്ന് അറിയത്തില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ക്യാമറ ഒന്നും പുറത്തെടുത്തില്ല കേട്ടോ. അപ്പോൾ ആ ബൈക്കിങ് എല്ലാം ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇതൊക്കെ നമ്മളെ ഇൻസ്ട്രക്ടേഴ്സ് ഒക്കെ ഓടിക്കുന്ന ബൈക്കും കാര്യങ്ങളൊക്കെയാണ്. ഇവരെല്ലാം നമ്മുടെ ബാച്ചിലുള്ള കേട്ടോ. ഓ നൈസ്. അപ്പോൾ പുള്ളിക്കാരൻ്റെ ചാനലുണ്ട് കേട്ടോ. വാണ്ടർ വിത്ത് ഡ്യൂക്ക് എന്നാണ് എൻ്റെ പേര്. അപ്പോൾ നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്യാം. ഓക്കെ റഹ്മാൻ. ഓക്കെ സ്കൂളിലെ സർട്ടിഫിക്കറ്റ് കളക്ട് ചെയ്യാൻ പോകാൻ ഇത്ര ഇൻട്രസ്റ്റ് ഇല്ല. സ്കൂളിലെ സർട്ടിഫിക്കറ്റ് രാവിലെ നമ്മൾ നമ്മുടെ സ്പെഷ്യൽ ഡ്രിങ്ക് ആട്ടോ. ഇതാട്ടോ നമുക്ക് കുടിക്കാൻ തന്നെ അവിടെ എനർജി ഡ്രിങ്കാ. ഇതിൻ്റെ എന്തായാലും റിവ്യൂ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം നമ്മുടെ സർട്ടിഫിക്കറ്റ്. ബിബിൻ ദാസ് നമ്പർ 2. ആ ഇത് Thank you. നമ്മുടെ സർട്ടിഫിക്കറ്റ് കേട്ടോ. ഇതാണ് അപ്പം നമ്മുടെ ലെവൽ 1 സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ്. അപ്പോൾ ഇനിയും നമുക്ക് ട്രാക്ക് ടെസ്റ്റിലൊക്കെ നമ്മുടെ ബൈക്ക് കൊണ്ടുവന്ന് അക്രമവും കാര്യങ്ങളൊക്കെ കാണിക്കാൻ കേട്ടോ. എല്ലാവർക്കും സർട്ടിഫിക്കറ്റ് എടുത്തിട്ടുണ്ട്. അല്ലാണ്ട് ഒരു പെൺകുട്ടി ഉണ്ട് കേട്ടോ. പെണ്ണുങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ ഒന്നും ഒരു ലേഡി ഉള്ളായിരുന്നു. ഫാൻസിൻ്റെ ഒരുപാട്. പക്ഷേ പുള്ളിക്കാരി കിട്ടില്ലായിട്ട് റൈഡ് ചെയ്യും കേട്ടോ. എൻ്റെ വീഡിയോ നമുക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. ബൈക്ക് നമ്പർ എത്രയായിരുന്നു. എന്തായാലും പൊളിയാണ് കേട്ടോ. പെണ്ണുങ്ങളും കൂടുതൽ ഇതായാലും വന്നു കഴിഞ്ഞാൽ നൈസായിരിക്കും. എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവാണ്. ഇവിടെ അങ്ങനെ വ്യത്യാസമൊന്നുമില്ല. എല്ലാവർക്കും ഒരേപോലെ തന്നെ പറഞ്ഞു കൊടുക്കുന്നത്. ഈസി ആയിട്ട് ബൈക്ക് എല്ലാവർക്കും ഓടിക്കാൻ പറ്റും കേട്ടോ. നൈസായിരുന്നു എന്തായാലും. A few minutes later. എല്ലാം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ ആ ട്രാക്കിനോട് ചാറ്റ പറയാണ്. അപ്പോൾ ഇനി നമുക്ക് സെൽഫായിട്ട് നമുക്ക് പ്രാക്ടീസ് സെഷനിൽ കാണാം കേട്ടോ. പിന്നെ നമുക്ക് ഇനിയിപ്പോൾ നമുക്ക് ഇത് ഉപയോഗിച്ച് നമ്മുടെ ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈവൻറ്റ് FMSCയുടെ ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈവൻറ്റും കാര്യങ്ങളെല്ലാം പങ്കെടുക്കാം. കിട്ടില്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. അപ്പോൾ ഓക്കെ ബൈ. Uplifted, heaven risen. That's right, I'm on a mission. Vision, tripping, shit, I glisten. It's getting brighter, can you see that too? I'm feeling right to it. Gotta step to it, shake it like a dice, do it. Tell me what the time doing. Been on a journey for something like a couple days, but it's only been hours, I guess.